ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്താണെന്നുള്ളതാണ്. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് x1, x2, etc. xn be a random sample from the population with PDF f of x theta. Let theta hat equals to t of x1, x2, etc. xn be an estimator of theta such that expectation of theta hat equals to theta, that is theta hat is unbiased for theta. Variance of theta hat is less than the variance of any other estimators satisfying 1, that is variance of theta hat is less than for any other unbiased estimator. Then theta hat is the minimum variance unbiased estimator of theta. മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് അൺബയാസ്ഡ് ആണ്, അതേപോലെ വേരിയൻസ് മിനിമം ആണെന്നുള്ളത്. അതിൻ്റെ ഡെഫിനിഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഡെഫിനിഷനിൽ പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് തീറ്റ പറഞ്ഞാൽ PDF ഉള്ളൊരു പോപ്പുലേഷൻ്റെ റാൻഡം സാമ്പിൾസ് ആണ് x1, x2, etc. xn എന്നുള്ളത്. അതിൽ ഈ പാരാമീറ്റർ തീറ്റ ഹാറ്റ് എന്ന് പറയുന്നത് x1, x2, etc. xnൻ്റെ ഒരു ഫങ്ഷനാണ്. ഇത് തീറ്റൻ്റെ എസ്റ്റിമേറ്ററാണ്. ഈ തീറ്റ ഹാറ്റ് എന്നുള്ളത് എസ്റ്റിമേറ്ററാണ്. എങ്ങനെയുള്ള എസ്റ്റിമേറ്ററാണ്? അൺബയാസ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്ററാണ്. വേരിയൻസ് എന്ന് പറയുന്നത് വേറെയുള്ള എല്ലാ അൺബയാസ്ഡ് എസ്റ്റിമേറ്ററിനെ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും മിനിമവും ആവണം. അങ്ങനെയുള്ള എസ്റ്റിമേറ്ററാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ എസ്റ്റിമേറ്റർ തീറ്റ ഹാറ്റ് എന്നുള്ളത് മിനിമം വേരിയൻസും ആണ്, അൺബയാസ്ഡ് എസ്റ്റിമേറ്ററും ആണ് ഫോർ തീറ്റ. അപ്പോൾ മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ വെച്ചാൽ ഒരു എസ്റ്റിമേറ്റർ അൺബയാസ്ഡും ആവണം, അതിൻ്റെ വേരിയൻസ് വേറെയുള്ള എല്ലാ അൺബയാസ്ഡ് എസ്റ്റിമേറ്ററിനെ വെച്ച് നോക്കുമ്പോഴും മിനിമം ആവണം. അതാണ് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്ററിനെ കൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്രാമർ-റൗ ഇൻഇക്വാലിറ്റി എന്താണെന്ന് നോക്കാം. ക്രാമർ-റൗ ഇൻഇക്വാലിറ്റി ആൻ ഇൻഇക്വാലിറ്റി ദാറ്റ് പ്രൊവൈഡ്സ് എ ലോവർ ബൗണ്ട്. ഈ ക്രാമർ-റൗ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് വേരിയൻസിന് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആയിട്ടുള്ള വേരിയൻസിന് ഒരു ലോവർ ബൗണ്ട് ഫിക്സ് ചെയ്യുന്നതാണ് ക്രാമർ-റൗ ഇൻഇക്വാലിറ്റിയിൽ പറയുന്നത്. ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് എക്സ് തീറ്റ. ലെറ്റ് ടി ബി എ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് സം ഫംഗ്ഷൻ ഓഫ് തീറ്റ psi of theta. Then the limit of the integration are independent of theta. Differentiation under the integral sign or summation sign according as the variable is continuous or discrete is valid. Then variance of t is greater than or equals to psi dash of theta whole square by expectation of dou by dou theta log L whole square, where psi dash theta equal to dou by dou theta psi of theta. അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്രാമർ-റൗ ഇൻഇക്വാലിറ്റീനെ പറ്റിയിട്ടാണ്. ക്രാമർ-റൗ ഇൻഇക്വാലിറ്റിയിൽ അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്ററിൻ്റെ വേരിയൻസിന് ബൗണ്ട് ഫിക്സ് ചെയ്യലാണ്. മിനിമം വേരിയൻസ് അല്ലെങ്കിൽ ലോവർ ബൗണ്ട് എന്താണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ പറഞ്ഞ കണ്ടീഷൻ എന്താ വെച്ചാൽ എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണെന്ന് വിചാരിക്കാം, അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനാണ് എഫ് എക്സ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്ററിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് തീറ്റ psi of തീറ്റ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ രണ്ട് കണ്ടീഷനും കൂടിയും സാറ്റിസ്ഫൈ ചെയ്യണം. അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് തീറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആവും വേണം, അത് ഡിഫറൻഷ്യബിൾ ആവും വേണം. ഡിഫറൻഷ്യബിൾ ആകുമ്പോൾ കണ്ടിന്യൂസിൻ്റെ കേസിലാണെങ്കിൽ ഇൻ്റഗ്രൽ സൈന്, ഡിസ്ക്രീറ്റ് കേസിലാണെങ്കിൽ സമ്മേഷൻ സൈന്. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു psi dash of theta whole square by expectation of dou by dou theta log L whole square. ഇതാണ് ഇതിൻ്റെ ബൗണ്ട്, വേരിയൻസിൻ്റെ ബൗണ്ടാണിത്. ഈ ബൗണ്ടിനാണ് അല്ലെങ്കിൽ ഈ ഇൻഇക്വാലിറ്റീനാണ് ക്രാമർ-റൗ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഇൻഇക്വാലിറ്റീനെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ ബൈ ഡോ തീറ്റ ലോഗ് L ഹോൾ സ്ക്വയർ നമുക്ക് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ ബൈ ഡോ തീറ്റ log L എന്ന് എഴുതാൻ പറ്റും. അതേപോലെ
സൈ ഓഫ് തീറ്റ എന്നുള്ളത് തീറ്റ ആവുകയാണെങ്കിൽ സൈ ഡാഷ് ഓഫ് തീറ്റ എന്നുള്ളത് 1 ആയിരിക്കും. ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈ തീറ്റ എന്നുള്ളത് സൈ ഡാഷ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അങ്ങനത്തെ കേസിൽ വേരിയൻസ് ഓഫ് ടി എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ഇ ഇൻറ്റു ഇ ഓഫ് ഡോ ബൈ ഡോ തീറ്റ ലോഗ് എൽ ഹോൾ സ്ക്വയർ എന്നായിട്ട് എഴുതാം. ഇതൊക്കെ നമുക്കൊരു റിമാർക്സ് ആയിട്ട് എഴുതാൻ പറ്റും. റിമാർക്ക് 1 നമ്മൾ പറഞ്ഞല്ലോ, എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ ബൈ ഡോ തീറ്റ ലോഗ് എൽ ഹോൾ സ്ക്വയറിന് നമുക്ക് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ ബൈ ഡോ തീറ്റ ലോഗ് എൽ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്രാമർ-റാവു ഇനിക്വാലിറ്റിൻ്റെ ബൗണ്ട് മാറും. വേരിയൻസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈ ഡാഷ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ ബൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ ലോഗ് എൽ എന്ന് എഴുതാം. ഇവിടെ സ്ക്വയർ തീറ്റ സ്ക്വയർ അങ്ങനെ വരും. രണ്ടാമത്തെ റിമാർക്ക് എന്താ പറയുന്നത് വെച്ചാൽ സൈ ഓഫ് തീറ്റ എന്നുള്ളത് തീറ്റ തന്നെ ആണെങ്കിൽ സൈ ഡാഷ് ഓഫ് തീറ്റ എന്നുള്ളത് 1 ആവും. അങ്ങനെയാണെങ്കിൽ ക്രാമർ-റാവു ഇനിക്വാലിറ്റി സൈ ഡാഷ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ ഉള്ളിടത്ത് 1 ആയിട്ട് 1 ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ ബൈ ഡോ തീറ്റ ലോഗ് എൽ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? വേരിയൻസ് ഓഫ് ടീൻ്റെ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് സൈ ഡാഷ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ ബൈ ഡോ തീറ്റ ലോഗ് എൽ ഹോൾ സ്ക്വയർ. ഇതിൽ ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ ബൈ ഡോ തീറ്റ ലോഗ് എൽ ഹോൾ സ്ക്വയർ എന്നുള്ളതിനെ നമുക്ക് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ ലോഗ് എൽ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഇനിക്വാലിറ്റി ഇങ്ങനായി മാറും. എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ ബൈ ഡോ തീറ്റ ലോഗ് ഹോൾ സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെയാക്കി എഴുതാം. ഇനി അടുത്ത റിമാർക്ക് നമ്മൾ എന്താ പറഞ്ഞത്? സൈ ഓഫ് തീറ്റ എന്നുള്ളത് തീറ്റ ആണെങ്കിൽ സൈ ഡാഷ് ഓഫ് തീറ്റ എന്നുള്ളത് 1 ആവും. അപ്പോൾ ഇനിക്വാലിറ്റീൻ്റെ ഇക്വേഷൻ മാറും. വേരിയൻസ് ഓഫ് തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ ബൈ ഡോ തീറ്റ ലോഗ് എൽ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി വേറൊരു റിമാർക്ക് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ തേർഡ് റിമാർക്ക്. ക്രാമർ-റാവു ഇനിക്വാലിറ്റി ഗിവ്സ് ലോവർ ബൗണ്ട് ടു ദ വേരിയൻസ് ഓഫ് എൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ഓഫ് സൈ ഓഫ് തീറ്റ. നമ്മൾ പറഞ്ഞല്ലോ, ക്രാമർ-റാവു ഇനിക്വാലിറ്റി എന്നുള്ളത് വേരിയൻസിന് ഒരു ലോവർ ബൗണ്ടാണ് തരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ലോവർ ബൗണ്ടിനെ ക്രാമർ-റാവു ലോവർ ബൗണ്ട് എന്നും പറയാം. അതാണ് തേർഡ് റിമാർക്കിൽ പറയുന്നത്. ഫോർത്ത് റിമാർക്ക് എന്താണെന്ന് നോക്കാം. ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് ദ ഇനിക്വാലിറ്റി ബിക്കംസ് ആൻ ഇക്വാലിറ്റി when dou by dou theta log L equals to A of t minus theta. ഫോർത്ത് റിമാർക്കിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇക്വാലിറ്റി ആവും എപ്പോൾ? ഡോ ബൈ ഡോ തീറ്റ ലോഗ് എൽ എന്നുള്ളത് എ ഓഫ് ടി മൈനസ് തീറ്റയ്ക്ക് ഈക്വൽ ആവുമ്പോൾ. ഇതിൽ എ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓൾസോ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് തീറ്റൻ്റെ ഫങ്ഷനുമാണ്, ഒബ്സർവേഷൻസിന് ഇൻഡിപെൻഡൻറ്റും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി എന്ന് പറയുന്നത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാം. തീറ്റയ്ക്ക് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാം. നമ്മളെന്താ പറഞ്ഞത്? ക്രാമർ-റാവു ഇനിക്വാലിറ്റീനെ ഇക്വാലിറ്റി ആവുക ഡോ ബൈ ഡോ തീറ്റ ലോഗ് എൽ ഈക്വൽ ടു എ ഓഫ് ടി മൈനസ് തീറ്റ എന്ന് എഴുതുമ്പോഴാണ് ഇക്വാലിറ്റി ആവുക. അതിൽ എ എന്ന് പറയുന്നത് തീറ്റൻ്റെ ഫങ്ഷനും ആണ്, അത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഒബ്സർവേഷൻസും ആണ്. അങ്ങനെയാണെങ്കിൽ ടി എന്നുള്ളത് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ടി എന്ന് പറയുന്നത് തീറ്റയ്ക്ക് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാം. അതേപോലെ 1 ബൈ എ എന്നുള്ളത് മിനിമം വാല്യൂ ആണെന്ന് പറയാം. വേരിയൻസിൻ്റെ മിനിമം വാല്യൂ, ടീൻ്റെ വേരിയൻസിൻ്റെ മിനിമം വാല്യൂ ആണെന്നും നമുക്ക് പറയാം. 1 ബൈ എ എന്നുള്ളത് 1 ബൈ എ മിനിമം വാല്യൂ ആണെന്ന് പറയാം. വേരിയൻസിൻ്റെ മിനിമം വാല്യൂ ആണ് ഓഫ് ദി വേരിയൻസ് ഓഫ് ടി. വൺ ബൈ എ മിനിമം വാല്യൂ ആണെന്ന് പറയാം. വേരിയൻസിൻ്റെ മിനിമം വാല്യൂ ആണെന്ന് പറയുകയാണെങ്കിൽ അത് എന്താണ്? ലോവർ ബൗണ്ടാണ്. ക്രാമർ-റാവു ലോവർ ബൗണ്ടാണ്.
അതുകൊണ്ട് നമുക്ക് ഈ മിനിമം വേരിയൻസ് അൺബയാസ് എസ്റ്റിമേറ്ററിനെ നമുക്ക് മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ എന്നും പറയാം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ഇൻഇക്വാലിറ്റീനെ ഇക്വാലിറ്റി ആക്കാൻ ഡോ ബൈ ഡോ തീറ്റ ലോഗ് എൽ ഈക്വൽ ടു എ ഓഫ് ടി മൈനസ് തീറ്റ എന്ന് പറയാം. അതിൽ എ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഒബ്സർവേഷനും ഫങ്ഷൻ ഓഫ് തീറ്റയാണ്. ടി എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ ടി എന്ന് പറയുന്നത് അൺബയാസ്ഡ് ആയിട്ടുള്ള മിനിമം വേരിയൻസ് അൺബയാസ് എസ്റ്റിമേറ്ററാണ് തീറ്റൻ്റെ. അങ്ങനെയാണെങ്കിൽ 1/a എന്നുള്ളത് മിനിമം വാല്യൂ, ടീൻ്റെ മിനിമം വാല്യൂ ആണെങ്കിൽ, വേരിയൻസിൻ്റെ മിനിമം വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ലോവർ ബൗണ്ടാണ്, വേരിയൻസിൻ്റെ ലോവർ ബൗണ്ടാണ് എന്ന് പറയാം. വേരിയൻസിൻ്റെ ലോവർ ബൗണ്ട് ആണെങ്കിൽ നമുക്ക് മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്ററിനെ മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ എന്നും പറയാം. ബട്ട് അത് വിചാരിച്ച് എപ്പോഴും മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് മിനിമം വേരിയൻസ് ബൗണ്ട് ആവില്ല. അതൊരു നെസസറി കണ്ടീഷൻ അല്ല. മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ വേരിയൻസിൻ്റെ മിനിമം ബൗണ്ട് ആവും എന്നുള്ളത് ഒരു നെസസറി ആയിട്ടുള്ള കണ്ടീഷൻ അല്ല. ഇനി നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ഫോർ ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ P of lambda, sample mean x bar is a minimum variance bounded estimator of lambda. അപ്പോൾ നമുക്ക് തന്നത് എക്സ് ഫോളോ ചെയ്യുന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. സൊല്യൂഷൻ ഏതാ? എക്സ് ഫോളോ ചെയ്യുന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റർ ലാംഡ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ബാറിനുള്ളത് മിനിമം വേരിയൻസ് ബൗണ്ട് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ലാംഡൻ്റെ മിനിമം വേരിയൻസ് ബൗണ്ട് ആണെന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ എക്സൈസ് ഫോളോ ചെയ്യുന്നത് പോയിസോൺ വിത്ത് പാരാമീറ്റർ ലാംഡ ആണെങ്കിൽ അതിൻ്റെ എഫ് എക്സ് ലാംഡ എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ എക്സ് ടേക്സ് വാല്യൂസ് 0, 1, 2 എക്സെട്ര. ദെൻ അതിൻ്റെ ലൈക്ലിഹുഡ് ഫങ്ഷൻ എന്തായിരിക്കും? എൽ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എൻ ലാംഡ ലാംഡ റേസ് ടു സമ്മേഷൻ എക്സ് ഐ ഡിവൈഡഡ് ബൈ x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര xn ഫാക്ടോറിയൽ. ഇനി ലോഗ് എൽ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ലോഗ് എൽ ഈക്വൽസ് ടു മൈനസ് എൻ ലാംഡ പ്ലസ് സമ്മേഷൻ എക്സ് ഐ ലോഗ് ലാംഡ മൈനസ് ലോഗ് x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര xn ഫാക്ടോറിയൽ. ഇനി ലോഗൽ എടുത്തതിന് ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടിയത്? ഡോ ബൈ ഡോ ലാംഡ ലോഗൽ. ഇതെന്തിനാ ലോഗലും ഡോ ബൈ ഡോ ലാംഡ ഒക്കെ നമ്മൾ എടുക്കുന്നത്? നമുക്ക് കാണിക്കേണ്ടത് മിനിമം വേരിയൻസ് ബൗണ്ടഡ് എസ്റ്റിമേറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം വേരിയൻസിൻ്റെ ബൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? സൈ ഡാഷ് തീറ്റ ഹോൾ സ്ക്വയർ ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ ബൈ ഡോ തീറ്റ ലോഗ് എൽ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ലോഗ് എടുത്തത്. ഇപ്പോൾ ഡോ ബൈ ഡോ ലാംഡ ലോഗൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡോ ബൈ ഡോ ലാംഡ ലോഗൽ നമുക്ക് എന്ത് ചെയ്താം? മൈനസ് എൻ പ്ലസ് സമ്മേഷൻ എക്സ് ഐ ബൈ ലാംഡ. ഇതിൽ ലാംഡ ഇല്ല, അപ്പോൾ 0 ആയിപ്പോവും. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്താൽ മൈനസ് എൻ പ്ലസ് എൻ എക്സ് ബാർ എഴുതാം. സമ്മേഷൻ എക്സ് ഐനെ എൻ എക്സ് ബാർ എഴുതാം ബൈ ലാംഡ, വിച്ച് ഇംപ്ലൈസ് ഡോ ബൈ ഡോ മ്യൂ ലോഗ് എൽ ഈക്വൽസ് ടു 1 ബൈ ലാംഡ ബൈ എൻ ഇൻറ്റു എക്സ് ബാർ മൈനസ് ലാംഡ. അപ്പോൾ ഇത് എന്തിൻ്റെ ഫോർമുല ഉള്ളത്? ഇതെന്തിൻ്റെ ഫോർമുല? ഈ സമയം എ ഓഫ് ടി മൈനസ് തീറ്റ എന്നുള്ള ഫോർമുലയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് ബാർ എന്നുള്ളത് എക്സ് ബാർ ഇസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ലാംഡ എന്ന് പറയാം. അപ്പോൾ വിച്ച് അറ്റെയിൻസ്, ഇതെന്താ അറ്റെയിൻ ചെയ്യുന്നത്? ക്രാമർ റാവു ബൗണ്ട് അറ്റെയിൻ ചെയ്യുന്നുണ്ട്.
അതിലെ ബൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ലാംഡ ബൈ എൻ ആണ് ബൗണ്ട്. ലാംഡ ബൈ എൻ ആണ് ബൗണ്ട്. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് എക്സ് ബാർ എന്ന് പറയുന്നത് മിനിമം വേരിയൻസ് ബൗണ്ടഡ് എസ്റ്റിമേറ്റർ ആണ് ഓഫ് ലാംഡ. നമുക്ക് എന്താ ചെയ്തതെന്ന് നോക്കാം. നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് എക്സ് ആയി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പി എം എഫ് വരിക എഫ് എക്സ് ലാംഡ ഈക്വൽസ് ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എക്സ് ടേക്സ് വാല്യൂസ് ഫ്രം 0, 1 to എക്സെട്ര. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എൽ എന്താണെന്ന് എഴുതി. അതെന്താണ്? എൽ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എൻ ലാംഡ ലാംഡ റേസ് ടു സമ്മേഷൻ എക്സ് ഐ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് വൺ ഫാക്ടോറിയൽ എക്സെട്ര എക്സ് എൻ ഫാക്ടോറിയൽ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ലോഗ് എൽ എന്താണെന്നുള്ളത് എഴുതി. ലോഗ് എൽ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് എൻ ലാംഡ പ്ലസ് സമ്മേഷൻ എക്സ് ഐ ലോഗ് ലാംഡ മൈനസ് ലോഗ് ഓഫ് എക്സ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ടു ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര എക്സ് എൻ ഫാക്ടോറിയൽ. അതിനടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്? ഡോ ബൈ ഡോ ലാംഡ ലോഗ് എൽ ഈക്വൽസ് ടു മൈനസ് എൻ പ്ലസ് സമ്മേഷൻ എക്സ് ഐ ബൈ ലാംഡ ഈക്വൽസ് ടു മൈനസ് എൻ പ്ലസ് എൻ എക്സ് ബാർ ബൈ ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ലാംഡ ലോഗ് എൽ ഈക്വൽസ് ടു 1 ബൈ ലാംഡ ബൈ എൻ ഇൻറ്റു എക്സ് ബാർ മൈനസ് ലാംഡ. 1 ബൈ ലാംഡ ബൈ എൻ ഇൻറ്റു എക്സ് ബാർ മൈനസ് ലാംഡ എന്നുള്ളത് എ ഇൻറ്റു ടി മൈനസ് തീറ്റൻ്റെ ഫോർമാറ്റിലാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് ബാർ എന്നുള്ളത് ലാംഡക്ക് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അപ്പോൾ ക്രാമർ-റാവു ബൗണ്ട് പ്രകാരം ക്രാമർ-റാവു ബൗണ്ട് എന്താണ് വരിക? ലാംഡ ബൈ എൻ ആണ് ക്രാമർ-റാവു ബൗണ്ട് വരിക. ഹെൻസ് നമ്മൾ പ്രൂവ് ചെയ്ത് എക്സ് ബാർ എന്നുള്ളത് ലാംഡൻ്റെ മിനിമം വേരിയൻസ് ബൗണ്ടഡ് എസ്റ്റിമേറ്റർ ആണെന്ന്.